വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും കൂടിയിട്ടുണ്ട്. കാരണം നേര് എന്ന മോഹൻലാലിന്റെ ലേറ്റസ്റ്റ് ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി മാറി. കേരള ബോക്സ് ഓഫീസിലും മോളിവുഡിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള മോഹൻലാൽ ചിത്രങ്ങളാണ് ഉള്ളത്. ടോപ്പ് 1-ൽ മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് നിന്നിരുന്നത്. അടുത്തിടെയാണ് 2018 എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി ടോപ്പിലെത്തിയത്. എന്നാലും ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ മോഹൻലാൽ ചിത്രങ്ങളുടെ വമ്പൻ നിര തന്നെ കാണാം. 100 കോടിയും 50 കോടിയുടെയും കണക്കുകൾ എടുത്താൽ മോഹൻലാൽ ചിത്രങ്ങളായിരിക്കും കൂടുതൽ. എന്നാൽ 2024 കടക്കുമ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഈ കണക്കുകളെയൊക്കെ ഭേദിക്കാൻ കഴിയുന്ന ചിത്രങ്ങളാണ് എന്ന് പറയുന്നതാണ് സത്യം. ഏറ്റവും എടുത്തു പറയേണ്ടത് മലക്കോട്ടെ വാലിബൻ തന്നെയാണ്. തൊട്ടു പിന്നാലെ ബറോസ് എന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് കൂടി എത്തുന്നു. ഇതൊക്കെ ആ ഒരു കടമ്പകളെ മറികടക്കാൻ കഴിയുന്ന ബോക്സ് ഓഫീസിൽ വമ്പൻ യുദ്ധങ്ങൾ നടത്താൻ കഴിയുന്ന ചിത്രങ്ങളാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിന്നും ഇങ്ങനെ ചില ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ്. എമ്പുരാനും ബറോസും ഒക്കെ വമ്പൻ യുദ്ധങ്ങൾ നടത്താൻ കഴിയും ബോക്സ് ഓഫീസിൽ. മോളിവുഡിന് തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ വാതിൽ തന്നെ തുറന്നു കൊടുക്കാൻ ഈ ചിത്രങ്ങൾക്ക് കഴിയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബാനറിൽ നിന്നും വരാൻ പോകുന്ന ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്. വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 2024 പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. മോളിവുഡിൽ അടുത്തിടയ്ക്ക് ഒരു സർപ്രൈസ് ഹിറ്റ് നൽകിയ ഒരു ചിത്രമായിരുന്നു മാളികപ്പുറം എന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ കടുത്ത മോഹൻലാൽ ആരാധകരാണെന്നും അദ്ദേഹത്തിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലെ തിരക്കഥാകൃത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത്. മോഹൻലാലിനെ വെച്ച് താൻ ആലോചിച്ച തിരക്കഥകളാണ് ഇപ്പോൾ സിനിമയേതെന്നും മോഹൻലാലിനെ വെച്ചൊരു ഗംഭീര തിരക്കഥ ഒരുക്കാൻ പ്ലാൻ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ആശീർവാദിന്റെ പ്രോജക്റ്റിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന പുറത്തുവരികയാണ്. 2024 ഓണം റിലീസായി മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം പ്ലാൻ ചെയ്യുന്നു ഇവർ എന്നതാണ് സൂചന. മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും വിഷ്ണു ശശിശങ്കറും അഭിലാഷ് പിള്ളയും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന വിവരം പങ്കുവയ്ക്കുമ്പോൾ ഇവരുടെ തന്നെ പോസ്റ്റുകളിൽ മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുകയുണ്ടായി. കൂടാതെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള നേര് എന്ന ചിത്രത്തെക്കുറിച്ച് വലിയ രീതിയിൽ വാദവരാതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി. അതും കൗതുകമായി മാറിയിരുന്നു. അപ്പോഴാണ് ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഈ 2024 ഓണത്തിന് റിലീസ് ചെയ്യാൻ പ്ലാൻ വെച്ചുകൊണ്ട് ഒരു ചിത്രം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് വരുന്ന സൂചനകൾ. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി മോഹൻലാലിനെ നായകനാക്കിയുള്ള ആശീർവാദിന്റെ 2024 പ്രോജക്റ്റുകളിൽ ഒന്നായി ഈ പ്രോജക്റ്റ് മാറുന്നു എന്ന സൂചന പുറത്തുവരുന്നു. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചില്ലെങ്കിലും അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഓണത്തിനെത്തുന്നതാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കാസ്റ്റിന്റെയും ക്രൂവിന്റെയും വിവരങ്ങൾ ഉടനെ തന്നെ പുറത്തുവിടുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഇതൊരു മോഹൻലാൽ ചിത്രമായിരിക്കാനുള്ള സാധ്യതയെ കുറിച്ച് പറയുകയായിരുന്നു സോഷ്യൽ മീഡിയ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള വ്യക്തത വരാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാം.